റോയൽ ആർ കെ അസൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കീരി മെയിലാണ്. ഇതിവിടെ ജനിച്ചിട്ടുള്ളൊരു മെയിൽ കുഞ്ഞാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കാണണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം. ഓക്കെ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടില് ജനിച്ചിട്ടുള്ള ഒരു മേൽക്കുഞ്ഞാണ്. ഇതിന് പാരറ്റ് ബീക്ക് ആണത്. ചെങ്കീരി മെയിലാണ്. ഇതിന്റെ കളറ് പറയുന്നത് ചെങ്കീരി എന്ന് പറയാം. ഓക്കെ. ഈ ബ്ലാക്കും ഈ ഈ റെഡിഷ് ആയിട്ടുള്ള ഒരു പുള്ളിക്കുത്തായിട്ടുള്ള ഈ ഒരു കളറിന് പറയുന്നത് ചെങ്കീരി എന്ന് പറയുന്നത്. ഇത് ഹെവി സൈസ് മെയിലാണ്. ടെമ്പർ ടെയിൽ ആണ് ആള്. പക്ഷെ ഇപ്പൊ മോൾഡിംഗ് സ്റ്റേജ് ആണ്. അതുകൊണ്ടാണ് ആ ടെയിൽ ക്വാളിറ്റി ഒന്നും കാണാത്തത്. ടെയിലൊക്കെ മോൾഡിംഗ് ആണ്. ചെറിയ തൂവലുകളായിട്ട് പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ. മോൾഡിംഗ് സ്റ്റേജ് എന്ന് പറയും. ഓരോ കോഴികൾക്കും ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മോൾഡിംഗ് വരും. ഇപ്പം ആള് മോൾഡിംഗ് സ്റ്റേജ് ആണ്. ഇത് ഒരു 4 ദിവസം പ്രായമുള്ള സമയത്ത് എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയതാണ്. ഇപ്പൊ ഇതിന് ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുണ്ട്. 3 വർഷത്തിന് ശേഷമാണോ നമ്മളെ വീട്ടിലേക്ക് ആള് വരുന്നത്. ആള് ആക്റ്റീവാണ്. ഇപ്പൊ ആക്റ്റീവാണ്. ഇത് ഞാൻ 3 വർഷത്തിന് ശേഷം പുള്ളിയുടെ വീട്ടിൽ പോയ സമയത്ത് ആള് ഭയങ്കര ടയേർഡായിരുന്നു. പുള്ളി അതിനെ തുറന്നിട്ട് വളർത്തുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആള്. ഓക്കെ. പുള്ളിക്ക് അതിൽ കുറെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല റേറ്റിനാണ് പുള്ളി വിറ്റത്. നല്ല ടോപ്പ് ക്വാളിറ്റി കുഞ്ഞുങ്ങൾ തന്നെ അതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ അങ്ങനെ പോയ സമയത്ത് ഞാൻ കണ്ട സമയത്ത് ആള് കുറച്ച് ടയേർഡായിരുന്നു. കാരണം ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിങ് ഒക്കെ വന്നതുകൊണ്ട് ഈ കഫക്കെട്ട് എല്ലാം വന്നു. ഈ കണ്ണിന് കുറച്ചൊരു പത പോലെ വന്നു. കണ്ണിനൊരു ഇൻഫെക്ഷൻ വന്നു. ഇപ്പൊ അത് എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇപ്പൊ ഒരാഴ്ച മുമ്പായിരുന്നു ഞാൻ ഇതിനെ എടുത്തത്. ഒരാഴ്ചയായി ഇപ്പം എൻ്റെ കയ്യിൽ എത്തിയിട്ട്. ഇപ്പൊ കുറെ ആൾക്കും മാറ്റം വന്നിട്ടുണ്ട്. ആളിപ്പോ നല്ല രീതിയിൽ തന്നെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫീമെയിലിന്റെ കൂടെ തന്നെ കൊത്തിപ്പെറുക്കി നടക്കുന്നുണ്ട്. ഇപ്പം ഫുൾ ടൈം ഞാൻ കേജിൽ തന്നെയാണ് പുള്ളീനെ ഇടല്. അധികം പുറത്തോട്ടൊന്നും അങ്ങനെ വിടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി ആള് ചെറിയ കഫക്കെട്ടും കണ്ണിന് ഇൻഫെക്ഷനൊക്കെ വന്നതുകൊണ്ട് അത് മാറി വരുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിന്റെ ഒന്നുകൂടി ഞാൻ പറയാം. ഇതിന്റെ കളറിന്റെ പേര് ചെങ്കേരിയാണ്. ഇത് പാരറ്റ് ബീക്ക്, നല്ല ബീക്കനുള്ള മെയിലാണ്. ഇതിന്റെ പൂവൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടപ്പൂ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല ഉണ്ടപ്പൂവാണ്. ഇപ്പൊ ഞാൻ ഈ ഫീമെയിലിനെയാണ് ഇപ്പം ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്നത്. ആള് ഇപ്പം അസുഖം ആയതുകൊണ്ട് എത്രത്തോളം ബ്രീഡിങ് ചെയ്യുന്നുള്ള അറിയില്ല, എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ പുതിയൊരു സ്ഥലത്തോട്ട് വന്നതല്ലേ. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു ഫീമെയിലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആള് ഇവിടെ എല്ലാവരുമായിട്ടൊന്ന് ഇണങ്ങി. നമുക്ക് കുറച്ച് ഡോഗ് ഉണ്ട്. ഒരു ഇന്ത്യൻ പെരിയ ഡോഗ്, നാടൻ നായ എന്ന് പറയും. കൂട്ടിൽ തന്നെ വേറെയും ഒരു ഡോഗ് ഉണ്ട്, ലാബിനത്തിൽപ്പെട്ട. അവരൊക്കെ ആയിട്ട് ആള് പിന്നെ വന്ന സമയത്ത് ചെറിയൊരു ഡോഗായിട്ട് ചെറിയൊരു അഗ്രസീവ് ഒക്കെ കാണിച്ചിരുന്നു. കോഴി കൊത്താനൊക്കെ പോയില്ലായിരുന്നു. പക്ഷെ ആളിപ്പം നല്ല ഇണക്കത്തിലാണ്. ഇവരായിട്ട് ഭയങ്കര ചങ്ങാത്തത്തിലാണ്. ഓക്കെ. അപ്പം വീടും പരിസരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇണങ്ങി വരുന്നു. ഇനി ഇതിന്റെ അസുഖമൊക്കെ മാറി ടെയിലൊക്കെ ശരിക്ക് നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ടെയില് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവില്ല. കാരണം ഇത് ഇപ്പൊ മോൾഡിംഗ് സ്റ്റേജ് ആയതുകൊണ്ടേ തീരെ മനസ്സിലാവില്ല. കാരണം ടെമ്പർ ടെയിൽ തന്നെയാണ്. ഇത് കുഞ്ഞിലേക്ക് അസാധ്യ ടെയിലായിരുന്നു ഇതിന്റെ. ഓക്കെ. അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് അസുഖങ്ങളൊക്കെ മാറി എന്താ പറയാ ടെയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ബ്രീഡിങ്ങിന് ഒന്നുകൂടിയും ഇടും. കുറച്ച് വൈറ്റ് കളക്ഷൻസ് ഫീമെയിലുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ബ്രീഡിങ്ങിന് ഇട്ടതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യക്കാര് നമ്മുടെ യൂട്യൂബിൽ കമന്റ് ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം.
ഇപ്പൊ കുറച്ച് കളക്ഷൻസ് ഇപ്പൊ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചൂട് വരാൻ പോവല്ലേ. ഇപ്പൊ ഒരുപാട് മെയിലുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. ഇപ്പം ഈ ഒരു മെയിലാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഒരു കുഞ്ഞുണ്ട്, അത് മെയിലോ ഫീമെയിലോ ഒന്നും ഇങ്ങോട്ട് പറയാനായിട്ടില്ല. ഒരു വൈറ്റ് തന്നെയാണ്. പിന്നെ ഒന്ന് രണ്ട് ഫീമെയില് പൊരുതി കിടക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആ, വിരിയാൻ കിടക്കുന്നു. അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് എത്രത്തോളം നമുക്കത് സക്സസ് ആയി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഉഷാറാകട്ടെ. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി അടുത്തടുത്ത പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതാണ്. അപ്പോൾ ഈ മെയിലിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.